ടാസ്മാനിയ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ലോങ് പോകുന്നൊരു സ്ഥലം ഡെവൺപോർട്ടാണ്. ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെവൺപോർട്ടിലെ കിടിലമായിട്ടുള്ളൊരു ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, മേഴ്സി ബ്ലഫ് ബീച്ച്. ഡെവൺപോർട്ടിന് പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവൺപോർട്ട് ത്രൂ ആണ് നമ്മുടെ ടാസ്മാനിയയിലേക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഷിപ്പ് ത്രൂ എത്തുന്നത്. സോ ആ ഒരു ബീച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഞാനിപ്പോൾ ഡെവൺപോർട്ടിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ലോൺസെസ്റ്റൺ സിറ്റിയിൽ നിന്നും ഏകദേശം 1 hour 10 minutes ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഒരു കിടിലൻ ഡ്രൈവ് ആയിരുന്നു. വൈഫ് UK ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പാസഞ്ചർ സീറ്റിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. റിയലി എൻജോയ്ഡ് ദ ജേർണി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുറേ നാളുകൾ UK സമയത്തൊക്കെ എവിടെ പോയാലും ഞാൻ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചിട്ടിരുന്നത്. അതൊന്ന് മാറി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറി ഓടിക്കാൻ ഒരാളായി. എനിവേ, ഞാനിപ്പോൾ വന്നിട്ടുള്ള ഒരു കിഡിലം സ്പോട്ടാണ്. നിങ്ങൾ ഡെവൺപോർട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ലൈറ്റ് ഹൗസ് കാണാം. പക്ഷേ ലൈറ്റ് ഹൗസിന് മുകളിൽ കയറാൻ പറ്റത്തില്ല. ലൈറ്റ് ഹൗസ് കാണാനും അതുപോലെ തന്നെ ബീച്ചിൽ ഇറങ്ങാനാണെങ്കിൽ ഒരു കിഡിലം സ്പോട്ടാണ്. മേഴ്സി ബ്ലഫ് ലൈറ്റ് ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനടുത്ത് തന്നെ ഒരു കിഡിലം ബീച്ചുണ്ട്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കിഡിലം സ്പോട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ആ ലൈറ്റ് ഹൗസ്. കിഡിലൻ ആംബിയൻസ് ആണ്, ഒന്നും പറയാനില്ല. കുറേ അധികം ടൂറിസ്റ്റ്സ് ഇവിടെ ഉണ്ട്. ഈ ആക്ച്വലി ചെറിയൊരു വിൻഡി നോയ്സ് നിങ്ങൾക്ക് എന്താണെങ്കിലും ഉണ്ട്. ഞാൻ എൻ്റെ ക്യാമറയിൽ എന്താ പറയുക മൈക്കിൽ ടെറ്റ് കാറ്റ് വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ UK ഫാമിലിയിൽ ഒരു മെമ്പർ ഓൾറെഡി നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. ആളുടെ ഒരു പ്രശാന്ത് എന്നാണ്. ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ UK വീഡിയോസിലൊക്കെ എൻ്റെ പൊണ്ടാട്ടി അവിടെ നിൽപ്പുണ്ട്. ഫോട്ടോഗ്രാഫിക് മൊമെൻ്റ് ആണെന്ന് തോന്നുന്നു. ഞാനും പോയി ജോയിൻ ചെയ്യട്ടെ. ഓ, കിഡിലെ സ്പോട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതെ, ഇതിലെ കൂടെ ഇങ്ങനെ നടന്ന് ഓ മൈ ഗോഡ്, സൂപ്പർ ബ്യൂട്ടിഫുൾ. ഒരു പച്ച നീല കളറ്, നല്ല രസം കേട്ടോ കാണാൻ, ഭയങ്കര രസം. ചിറ്റപ്പാ, സേ ഹായ്. ഞാൻ UK സമയത്ത് ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്ക്യൂ ഡിവൈസാണ്. കടലിലേക്ക് എങ്ങാനും ഒന്ന് ചാടിപ്പോയി അവർക്ക് നീന്തൽ അറിയത്തില്ല, നീന്തൽ അറിയാമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, അവർക്ക് ഇത് എറിഞ്ഞു കൊടുത്ത് നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ വണ്ടി അവിടെ കേട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നല്ലൊരു കിടിലും സ്പോട്ടാണ്. അപ്പം ഇവിടെ ഒരു ട്രയൽ വാക്ക് ഉണ്ട്. നമ്മളിങ്ങനെ കൂടെ ഇങ്ങനെ നടന്ന് ജസ്റ്റ് താഴോട്ട് പോയി നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും വ്യൂ എന്ന്. ഭയങ്കര രസമാണ്, ഒരു രക്ഷയില്ല. വാവ്, ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു കിടിലൻ വ്യൂ ഉണ്ട്. ആ വ്യൂ ഞാൻ നിങ്ങളെ അവിടെ ചെന്നിട്ട് കാണിക്കാം. അത് ശരിക്കും നമ്മൾ എന്താ പറയുക, ആ പോയിന്റിൽ എത്തിയിട്ട് കാണിക്കുന്നതാണ് എൻ്റെ ഒരു രസം. ഡെവൺപോർട്ടിൽ വന്നിട്ടുള്ളവർക്ക് അത് അറിയാം കേട്ടോ. ഇല്ലാത്തവർക്കായിട്ട് നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തരാം. സൂപ്പർ എക്സൈറ്റിംഗ് വ്യൂ. ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ മനസ്സിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ബാക്കിൽ പ്രശാന്തേട്ടനുണ്ട് ശ്രീകുട്ടനായിട്ട്. ഇതാണ് ആ വ്യൂ. പാറക്കെട്ടുകളുടെ നടുക്കൂടെ നമ്മളിങ്ങനെ നടന്ന് ഇത് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഈ കടലിൻ്റെ ഭംഗി കൃത്യമായിട്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ വ്യൂ പോയിന്റിൽ കുറച്ച് നേരം നിന്നാൽ മതി. കുട്ടികളെയും കൊണ്ട് പോകുന്നവർ ഷൂ ഒന്നും വലിച്ചെറിയാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെയധികം കെയർഫുള്ളായിട്ട് വേണം മാത്രം നിങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റിൽ കയറി നിന്ന് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഓസ്ട്രേലിയയിൽ എവിടെ ചെന്നാലും കാണാൻ പറ്റുന്നൊരു സാധനമാണ്. അരണയാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. പാമ്പിൻ്റെ തോല് പോലെ ഇരിക്കുന്നു. ഇത് അറ്റാക്ക് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. വൈൽഡ് ലൈഫാണ്. അറിയാവുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കമൻ്റ് അടിക്കും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കേ, ഒരു സാധനമുണ്ട്. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉള്ളൂ, ഞാനല്ല.
ഇതാണ് മേസി ബ്ലഫ് ബീച്ച്. വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബീച്ചാണിത്. അത് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബീച്ച് ഒത്തിരി വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ കുട്ടികളൊക്കെ ആയിട്ടാണ് വലിയ സീനൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, കടലിലെ വെള്ളത്തിൽ നനഞ്ഞ് കൊളിഞ്ഞ് നമ്മൾ വണ്ടിയെ പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹോട്ട് ഷവറും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലി ഫ്രണ്ട്ലി ആണെന്ന് കണ്ടും പൂട്ടി നമുക്ക് പറയാൻ പറ്റും. സോ ഗൈസ്, അതിനുശേഷം ഞങ്ങൾ എന്താ പറയുക, ബീച്ചിലിറങ്ങി. ഭയങ്കര ബീച്ചിലെ വെള്ളം കണ്ടപ്പോഴത്തേക്ക് ഒരു ആവേശം. 2019 ശേഷം 2024 ബീച്ചിലിറങ്ങുന്നത്. അടിപൊളിയായിരുന്നു. ഡെവൺപോർട്ടിലെ ബീച്ച് സൂപ്പർ ബീച്ചായിരുന്നു. ഭയങ്കര അടിപൊളി ബീച്ച്. കുറേ ആളുകളുണ്ടായിരുന്നു. മീൻസ് ഒത്തിരി അങ്ങനെ ബിസി ഒന്നും അല്ലായിരുന്നു, ബട്ട് കുറച്ച് ആളുകളുണ്ടായിരുന്നു. എൻജോയ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലിറങ്ങി അടിപൊളിയായിട്ട് കുളിച്ചു. എന്താ പറയുക, ചുമ്മാ നീന്തലൊന്നും അറിയത്തില്ല, എന്നാലും കിടന്ന് വെള്ളത്തിൽ കൈയിട്ടടിച്ച് നീന്തുകയൊക്കെ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ വരുവാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഷവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാലും വളരെ സേഫായിട്ട് ലോക്ക്ഡ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം കേട്ടോ. ഞങ്ങളിത് എന്താ പറയുക, ഡ്രസ്സൊക്കെ മാറി, ഷവർ ചെയ്തു, ഡ്രസ്സ് മാറി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറേ പാറപ്പുറങ്ങളുണ്ട്. അവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ വിദ്യുച്ചിച്ച് കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഒന്ന് കിടന്നു നോക്കിയാണ്. വല്ലാത്ത സുഖം. നല്ല ചൂട് കല്ലിന് മുകളിൽ കിടക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അടിപൊളി. നിങ്ങൾ ഇവിടെ ഈ സമയത്തൊക്കെ ഒന്ന് കിടക്കണം. എത്ര മണിയായി, സമയം എത്രയെന്ന് പോലും ഓർക്കുന്നില്ല. എന്താണെങ്കിലും ടൈം ഒന്ന് നോക്കാണ്ട് എൻജോയ് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി ഷവർ ചെയ്യാൻ പോയ സമയത്താണ് നമ്മുടെ സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ ഇതിലേക്കൂടെ വന്ന് അതിൻ്റെ അത്ര കയറി ഞങ്ങൾ പോയത് കേട്ടോ. ഒരു മാസ്മരികമായൊരു വ്യൂ ആയിരുന്നു. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ആ സമയത്ത് എൻ്റെ ക്യാമറ ഇല്ലായിരുന്നു. ഈ കാണുന്നതാണ് കടൽ കാക്ക, സീകൾ. എവിടെ ഫുഡുണ്ടോ അവൻ അവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ രാമേടയിലൊക്കെ കുറച്ച് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. അതിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആവേശമാണ് കാണുന്നത്. ഞാൻ കിടക്കുന്നതാണ് കപ്പ് കേക്ക് അത് കണ്ടോ. ഒരുത്തൻ കൊത്തിക്കൊണ്ട് പോയി. ഒരു കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഈ കിടന്ന് കാണിക്കുന്നത്. നമ്മുടെ ഈ ഹംഗ്രി ജാക്സ്, KFC, മക്ഡി ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഷോപ്പുകളൊക്കെ ഉണ്ട് എന്ന് അവരുടെ ബോർഡിനേക്കാളും മുന്നേ അറിയാൻ പറ്റുന്നത് ഈ ഇവന്മാരവിടെ ഉണ്ടാവും ഫുഡ് തിന്നാൻ വേണ്ടിയിട്ട്. കോമഡിയാണ്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് വന്ന സമയത്ത് ഇവിടെ ഒരു മല പോലത്തെ സാധനം കണ്ടു. അതിൻ്റെ മുകളിൽ കയറി കടലിൻ്റെ കീഴിലൊരു വ്യൂ. വാവ്, സൂപ്പർ. ഞങ്ങൾ ആദ്യം വന്ന് കാണിച്ച വ്യൂ പോയിന്റ് ഇതേ അതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വന്ന സമയത്താണ് ഈ പാറക്കെട്ട് കാണുന്നത്. ഇവിടെ എന്തൊരു മെമ്മറി പോലത്തെ സെറ്റപ്പ് കാണുന്നത്. പിള്ളേരെയും കൊണ്ടൊന്നും ആ കല്ലിൻ്റെ മുകളിൽ ഇറങ്ങാൻ പാടില്ല കേട്ടോ, സേഫ് അല്ല. അതിവിടെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫിഷിങ് ചെയ്യുന്നതിൻ്റെ വിഷയമാണ് പറയുന്നത്. മുതിർന്നവർ മാത്രം ഇറങ്ങും. പിള്ളേരെ കൊണ്ട് വരുമ്പോൾ നിങ്ങൾ സേഫായിട്ട് ബീച്ചിൽ മാത്രം പോവുക. ഒത്തിരി ഫോട്ടോ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഫിഷിങ് ചെയ്യാണ്. ഞങ്ങളിവിടെ നടന്നു വന്ന സമയത്ത് അവർക്കൊരു മീനെ അടിച്ചായിരുന്നു. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസം. മീനെ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ കടൽക്കാക്ക ഇങ്ങനെ പൊന്തി വരും. നമ്മുടെ ഫിഷിങ് ഗ്രീനിൻ്റെ ചുറ്റിലും ഇങ്ങനെ കിടന്ന് കാണും. ഞാൻ ചുമ്മാ നടന്ന് വന്ന വഴി താഴോട്ടൊന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കുകയാണ്. പിള്ളേരെ ഇറക്കരുത്, ദൈവത്തെ അവർക്ക് സേഫ് അല്ല. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് നടന്ന് വന്ന വഴി തന്നിട്ട് പ്രശാന്തനെ കണ്ടിട്ടുണ്ട്. അവിടെ നില കുറച്ച് ചുമ്മാ ഒന്ന് ഒരു ഓണത്തിന് ഇറങ്ങിയതാണ്. കടലിൻ്റെ അത്യാവശ്യം നമ്മൾ ഈ കടൽ പാലത്തേലൊക്കെ നിൽക്കുമ്പോൾ ഉള്ളൊരു ആഴം ഉണ്ടല്ലോ, ആ ഒരു ആഴം എന്താണെങ്കിലും അതിനേക്കാളും ആഴം ഉണ്ടാവും.
ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് മമ്മിയുടെ ഒരു ഫോൺ എന്തായാലും വരും. ഇന്നോടാരാടാ വെള്ളത്തിൽ വെച്ചിട്ട് ഒരു ചീത്ത എന്താണെങ്കിലും ഉറപ്പാണ് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം കയറും കേട്ടോ. നമ്മൾ എന്താ പറയുക, ഹൈ ടൈഡ് ലോ ടൈഡ് ഇല്ലേ, ആ സമയത്ത് വെള്ളം കയറി വരും. വെള്ളം കയറി വരുന്ന സമയത്ത് ഇവിടം വരെയൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കിടപ്പുണ്ട്. കുറച്ചുകൂടെ വെള്ളം നന്നായിട്ട് ഇങ്ങോട്ട് കയറും. ഈവനിങ് ടൈം എന്താണെങ്കിലും ഉറപ്പായിട്ടും വെള്ളം കൂടുതൽ കയറുന്ന സ്ഥലമാണ്. ഞങ്ങളിപ്പം ഏകദേശം 8 മണിയായി കേട്ടോ. അപ്പം ഇവിടെ നിന്നൊരു ഫുഡ് കഴിച്ചിട്ട് തിരിക്കാമെന്നുള്ള വിചാരത്തിൽ ഡെവൺപോർട്ടിലെ ഇന്ത്യൻ കറി, അതായത് ഇന്ത്യൻ കറി ഡെവൺപോർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും. ബീച്ചിൽ നിന്നൊരു 5 മിനിറ്റ് ട്രാവലേ ഉള്ളൂ. നല്ല ഫുഡൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. പിന്നെ കുറേ ഏഷ്യൻ ഷോപ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഏഷ്യൻ കറി എന്ന് പറഞ്ഞിട്ട് ഷോപ്പ് അവിടെ ഉണ്ട്. പിന്നെ ഒരു ചാർക്കോൾ ചിക്കൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കടകൾ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മഗ്ഡി, KFC അങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതും ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന ഷോപ്പ് ഇതാണ് കേട്ടോ, ഇന്ത്യൻ കറി ഡെവൺപോർട്ട് റെസ്റ്റോറൻറ്റ് ആൻഡ് ടേക്ക് അവേ. സോ അണ്ടർ ന്യൂ മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. 4.2 212 പേരുടെ റിവ്യൂവിൽ നിന്ന് 4.2 ഉണ്ട്. സോ അടിപൊളിയായിരിക്കും. എന്താണ് ഞാൻ പറഞ്ഞത്, ചാർക്കോൾ ചിക്കൻ. പിന്നെ ഇവിടെ പാർക്കിങ് ഇവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. 8:30 AM to 6 PM പേ ആൻഡ് പാർക്ക് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. നമുക്കവിടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാറ്റർഡേസിലാണെങ്കിൽ 8:30 AM to 2 PM ആണ്. അല്ലാത്ത പക്ഷേ ഇവിടെ ഭയങ്കര എന്താ പറയുക, ബിസി ആയിട്ട് പോകായിരിക്കും. അതുകൊണ്ടായിരിക്കും അവിടെ ഒരു പാർക്കിംഗ് പേ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പാർക്ക് ചെയ്യും. മീൻസ് നിങ്ങൾക്ക് ഈസി പാർക്ക് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ആപ്പ് യൂസ് ചെയ്തിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും, ലൈക്ക് പേ ചെയ്യാൻ പറ്റും. ഇത് ഇവരുടെ മെനു ആണ് കേട്ടോ. മെനു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ നോക്കി കഴിഞ്ഞാൽ മെനു കാണാൻ പറ്റും. ഇതാണ് അഡ്രസ്. ഇന്ത്യൻ കറി ഡെവൺപോർട്ട്, എനിക്ക് അവരുടെ സർവീസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു പഞ്ചാബി ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. സോ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളായിരുന്നു. കമ്പയറിങ് ടു ലോൺസസ്റ്റൻ സിറ്റീസ് റെസ്റ്റോറൻറ്റ്സ് എനിക്ക് അവിടുത്തെ ഫുഡ് കുറച്ചുകൂടെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നു. ഒത്തിരി വലിച്ച് നീട്ടണ്ടെന്ന് വിചാരിച്ചു. നൈറ്റ് ഡ്രൈവ് ലോൺസസ്റ്റനിൽ, അതായത് ടാസ്മാനിയിലെ നൈറ്റ് ഡ്രൈവ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വൈൽഡ് ലൈഫായിട്ടുള്ള വലബി, പിന്നെ അതുപോലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ജീവികൾ ഈ റോഡ് പാസ് ചെയ്യുന്ന സമയത്ത്, രാത്രി സമയങ്ങളിലാണ് അവർ പാസ് ചെയ്യുന്നത്. സോ നമുക്ക് വണ്ടിയിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നൈറ്റിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധാപൂർവ്വം ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. മുമ്പിലൊരു വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ ഇട്ട് നോക്കാം മുമ്പിൽ വലബി അതെന്തെങ്കിലും ജീവികൾ വഴി ക്രോസ് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പോൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്ത് ലോൺസസ്റ്റൻ സിറ്റിയിൽ ഞങ്ങൾ എത്തി. അതുപോലെ തന്നെ ടാസ്മാനിയിൽ ഡ്രൈവ് ചെയ്യുന്നവർ നൈറ്റിലെ ഡ്രൈവ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.